ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കൃപയും സൗഖ്യവും നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 35-ാം അധ്യായം 1-2 തിരുവചനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി വായിക്കുമ്പോൾ നമ്മൾക്ക് ദൈവത്തിൻ്റെ സമർത്ഥമായ ഐശ്വര്യം വന്നു ചേരുന്നതായി കാണുകയാണ്. അവിടെ ഇപ്രകാരമാണ് പറയുന്നത്: വിജന ദേശവും വരണ്ട പ്രദേശവും സന്തോഷിക്കും. ആദ്യമേ 2 കാര്യങ്ങളാണ് ഊന്നി പറയുന്നത്. അതൊന്ന് പറയുന്നത് വിജന ദേശവും എന്ന് പറഞ്ഞാൽ ആരും കയറിപ്പോവാൻ ഇഷ്ടപ്പെടാത്ത, ഭയം നിറഞ്ഞു നിൽക്കുന്ന, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട, മാറ്റി നിർത്തപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ നീ സന്തോഷിക്കാൻ പോവുകയാണ്. നീ ചെയ്ത കുറ്റത്തിനോ ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിലോ തെറ്റിദ്ധാരണയുടെ പേരിലോ സംസാരത്തിൽ വന്ന പിഴവിൻ്റെ മൂലമോ മനസ്സിലാക്കാൻ പറ്റാതെ വന്ന അവസ്ഥയിലോ ഏതവസ്ഥയിലാണോ നിന്നെ മാറ്റി നിർത്തിയിരിക്കുന്നത്, എന്നാൽ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നീ അനുഗ്രഹം പ്രാപിക്കാൻ പോകുന്നു. നീ സന്തോഷിക്കും. തുടർന്ന് പറഞ്ഞത് വരണ്ട പ്രദേശമായി മാറിയിരിക്കുകയാണ്. ഒന്നും വിളവ് തരികയില്ലാത്ത, എത്ര പരിശ്രമിച്ചിട്ടും കുറെ അധ്വാനിച്ചിട്ടും യാതൊരു ഫലം ലഭിക്കാത്ത വരണ്ട പ്രദേശം. നിന്റെ അധ്വാനം മുഴുവൻ ചെലവിട്ടിട്ടും പ്രയോജനമില്ല. കുടുംബത്തിൽ അധ്വാനിക്കുന്നു, പല അംഗങ്ങൾ അധ്വാനിക്കുന്നു, നിനക്കൊന്നും മിച്ചമില്ല. എല്ലാം ഹോസ്പിറ്റൽ വഴിയും മറ്റു പല കാര്യങ്ങൾക്കുമായിട്ട് നിന്റെ അധ്വാനത്തിന് ഫലം നഷ്ടപ്പെട്ടു പോവുകയാണ്. ഒരു വരണ്ട ഒരവസ്ഥയാണ്. നിന്റെ പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തിനു ജീവിക്കുന്നു എന്നൊക്കെ വിചാരിക്കുന്ന സാഹചര്യത്തിലും ദൈവം പറയുന്നു, നീ സന്തോഷിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയ സഹോദരങ്ങളെ, അവിടുന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. വിജനമായ ദേശവും വരണ്ട പ്രദേശവും സന്തോഷിക്കും. മരുഭൂമി ആനന്ദിക്കുകയും പുഷ്പിക്കുകയും ചെയ്യും. മരുഭൂമി എന്ന് പറയുന്നത് ധാരാളം പ്രലോഭനങ്ങൾ ഉണ്ടാകുന്ന സ്ഥലമാണ്. ഈശോയുടെ ജീവിതത്തിൽ മരുഭൂമിയിൽ വെച്ചാണ് സാത്താനാൽ പരീക്ഷിക്കപ്പെടുന്നത്. സാത്താൻ്റെ പരീക്ഷണത്തിൽ സാത്താൻ പരാജയപ്പെട്ട് ഈശോയെ വിട്ടു പോവുകയാണ് ചെയ്തത്. സാത്താനെ ദൂരെ പോവുക എന്ന വാക്കോടുകൂടി സാത്താൻ ഈശോയിൽ നിന്ന് പ്രലോഭനം ഉപേക്ഷിച്ച് കടന്നുപോയി. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലും വിവിധ പ്രലോഭനങ്ങൾ ഉണ്ടാകാം. ഇന്ന് മയക്കുമരുന്നിൻ്റെ കേസിലൊക്കെ പിടിക്കപ്പെടുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും പല പ്രലോഭനങ്ങൾ അകപ്പെട്ട് വഴിതെറ്റി ജീവിക്കുകയാണ്. ധാർമ്മികമായ മൂല്യങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് എങ്ങനെയും പണം ഉണ്ടാക്കണം എന്നൊരു ചിന്ത അവരുടെ ജീവിതത്തിൽ കയറി വന്നപ്പോൾ അതൊരു പ്രലോഭനത്തിൻ്റെ കെണിയിൽ അവർ വിട്ടുപോയി. ചില സ്നേഹബന്ധങ്ങളിൽ വലവിരിച്ച് കുടുക്കിൽ വീണ് കഴിഞ്ഞിട്ട് രക്ഷപ്പെടാൻ പറ്റാത്ത ചില അവസ്ഥയിൽ ചില പ്രലോഭനത്തിൽ പെട്ട് വീണുപോയിരിക്കുകയാണ്. എന്നാൽ തിരുവചനം പറയുന്നു, നിന്റെ ജീവിതത്തിൽ നീ ആനന്ദിക്കാൻ പോവുകയാണ്.
അതിൽ നിന്നെല്ലാം നീ പുറത്തു വരും. ദൈവം നിനക്ക് ആനന്ദം നൽകും. ആനന്ദം എന്ന് പറയുന്നത് പെട്ടെന്നുണ്ടായിട്ട് പെട്ടെന്ന് അവസാനിക്കുന്നതല്ല. ഇടിമുഴക്കത്തിലും മഴയിലുമൊക്കെ കൂണുകിളുത്ത് വരുമ്പോൾ അത് പെട്ടെന്നുണ്ടാകുന്നതാണ്. അത് പെട്ടെന്ന് 1-2 ദിവസത്തിനകത്ത് അത് നശിച്ചു പോകും. കൂണുണ്ടാകുമ്പോൾ ഒരു സന്തോഷമുണ്ട് ജനങ്ങൾക്ക്. അതെ, സന്തോഷം അല്പസമയത്തേക്കുള്ളതാണ്. ആനന്ദം എന്ന് പറയുന്നത് ജീവിതാവസാനം വരെ നീണ്ടു നിൽക്കുന്നതാണ്. ഹല്ലേലൂയ. അപ്പോൾ അവിടുന്ന് പറയുന്നു, മരുഭൂമി പ്രലോഭനത്തിലൂടെ കടന്നു പോയിരിക്കാം, പരീക്ഷണ ഘട്ടത്തിൽ കടന്നു പോയിരിക്കാം. നമ്മൾക്കറിയാം, മരുഭൂമിയിലാണ് ശാസ്ത്രീയപരമായ പരീക്ഷണങ്ങൾ നടത്തുന്നത്. ഇവിടെ മിസൈലുകളുടെയൊക്കെ ദൂരപരിധിയൊക്കെ മനസ്സിലാക്കുന്നതും നമ്മൾ മരുഭൂമിയിലാണ് പരീക്ഷിക്കുന്നത്. അപ്പോൾ മരുഭൂമി എന്ന് പറയുന്നത് പല പരീക്ഷണങ്ങളുടെയും സ്ഥലമാണ്. അങ്ങനെ പരീക്ഷിക്കപ്പെട്ട സ്ഥലങ്ങളിലൂടെ നീ കടന്നു പോയിട്ടുണ്ടെങ്കിൽ കർത്താവ് പറയുന്നു, കർത്താവ് നിന്നെ കാണുന്നുണ്ട്. നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. നിന്റെ ജീവിതത്തിൽ നിത്യമായ ആനന്ദമുണ്ടാകും. മരുഭൂമി പുഷ്പിക്കും. പുഷ്പിക്കുക എന്ന് പറഞ്ഞാൽ, മരുഭൂമി നമുക്കറിയാം, അവിടെ യാതൊന്നുമില്ല, മണലാരണ്യം മാത്രമാണ്. എന്നാൽ അവിടെ പുഷ്പിക്കാൻ പോവുകയാണ്. പുതിയ നാമ്പ്, നിന്റെ പ്രതീക്ഷയ്ക്കനുസരിച്ച് പുതിയ നാമ്പ് അവിടെ കിളുക്കുകയും അത് ഫലം പണിയാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. തുടർന്ന് പറയുകയാണ്, നീ കുങ്കുമച്ചെടി പോലെ സമൃദ്ധമായി പുഷ്പിക്കുകയും അത് പാടി ഉല്ലസിക്കുകയും ചെയ്യും. കുങ്കുമച്ചെടി സമൃദ്ധമായി വിളവ് നൽകി, സമൃദ്ധമായ കുങ്കുമച്ചെടികളിൽ നിന്നുണ്ടാകുന്ന കുങ്കുമപ്പൂവ് നൽകി അത് നന്നായി പാടി ഉല്ലസിക്കുകയും ചെയ്യും. നിന്റെ ജീവിതത്തിൽ അത്രയേറെ ആനന്ദം കൊണ്ട് നിറയ്ക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അവിടുത്തെ ദൈവം ലെബനോന്റെ മഹത്വം പോലെയും കാർമലിൻ്റെയും ഷാരോണിൻ്റെയും പ്രതാപം പോലെയും അവിടുന്ന് നിന്നെയാക്കും. ഹല്ലേലൂയ. പറഞ്ഞു വെച്ചത് എന്താണ്? ലെബനോന്റെ മഹത്വം കാർമലിൻ്റെയും ഷാരോണിൻ്റെയും പ്രതാപം പോലെയും അവിടുത്തെ ദൈവമാക്കും. അവ ദൈവത്തിൻ്റെ മഹത്വവും നമ്മുടെ കർത്താവിൻ്റെ മഹത്വവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതാപവും അവർ ദർശിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വവും ദൈവത്തിൻ്റെ പ്രതാപവും ദർശിക്കുമ്പോൾ അവർക്കുണ്ടാകാൻ പോകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് നമ്മൾ കണ്ടത്. അതെ, ഒന്നും പ്രതീക്ഷയില്ലാത്ത സാഹചര്യത്തിലും പുഷ്പിക്കുകയില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ ഒത്തിരിയേറെ സംഭവങ്ങളുണ്ട്. വിവാഹം കഴിഞ്ഞു, അനേക നാളുകളായി മക്കളില്ല, പുഷ്പിക്കുകയില്ല, വേറെ പല വാക്കുകൾ പറഞ്ഞ് മാറ്റി നിർത്തിയ സംഭവമുണ്ട്. ചില നല്ല മംഗളകർമ്മങ്ങൾ നടക്കുമ്പോൾ ചില വ്യക്തികളെ പുറകോട്ട് മാറ്റി നിർത്തുന്ന ചില സംഭവങ്ങളുണ്ട്. അതെ, ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോകുന്നു. ദൈവത്തിൻ്റെ മഹത്വം നീ ദർശിക്കും. അവിടുത്തെ പ്രതാപം നീ കാണും. അതേ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ദൈവത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്താം. നമ്മുടെ ജീവിതത്തെ പരിപാലിക്കുന്നവൻ, നമ്മുടെ ജീവിതത്തിന് വഴികാട്ടിയായിരിക്കുന്നവൻ, അഭയം നൽകുന്നവൻ, ജീവനെ സംരക്ഷിക്കുന്നവൻ, അവൻ്റെ മുമ്പിലാണ് എൻ്റെ ഹൃദയം ഉയർത്തി നിൽക്കുക. അവിടുത്തെ സന്നിധിയിലേക്ക് നിങ്ങളുടെ കരം ഒന്ന് ഉയരട്ടെ. ഈ കരം ഉയരുന്നതോടൊപ്പം തന്നെ നിൻ്റെ ഹൃദയം ഉയരട്ടെ. ദൈവമേ, നീ അവിടുന്ന് ഞങ്ങളെ ആനന്ദം കൊണ്ട് നിറയ്ക്കണമേ. സന്തോഷം ഞങ്ങൾക്ക് തരും, എന്നാൽ സന്തോഷം ആനന്ദമായി മാറണം. കർത്താവേ, കുങ്കുമച്ചെടി പുഷ്പിച്ച് അത് പാടി ഉല്ലസിക്കുന്നത് പോലെ അങ്ങയെ മഹത്വപ്പെടുത്തി ജീവിച്ച് പാടി ഉല്ലസിക്കുവാൻ തക്കവിധം ഞങ്ങളുടെ ജീവിതത്തെ നീ ഉയർത്തണമേ. ഞങ്ങളെ ക്രമപ്പെടുത്തണമേ. പരിശുദ്ധന്മാവേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. നീ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തരാൻ പോകുന്ന വലിയ സമൃദ്ധിയും ഐശ്വര്യത്തെയും ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പരിശുദ്ധന്മാവേ, ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ അമ്മേ, ആശ്രയമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം മധ്യസ്ഥം വഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.